വാളുകൊണ്ട് തടയാൻ പറ്റുന്നതിനെ വാളുകൊണ്ട് തടയുക, അഥവാ അതും പറ്റിയില്ലെങ്കിൽ കൈകൾ കൊണ്ട് തടയുക, അതും പറ്റിയില്ലെങ്കിൽ മാനസികമായി തടയുക. അതായത് വേണമെന്ന് വെച്ചാൽ എന്നെ കൊല്ലാൻ പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ തയ്യാറാവും. ഓ, കേരളത്തിൽ ഒരു പണിയില്ല മൂപ്പരെ കൊല്ലാൻ. അതില് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്. അത് ഒരുപാട് മുസ്ലിങ്ങൾ കേട്ട ഹദീസ് ആയിരിക്കും. അഥവാ നിങ്ങളൊരു തിന്മ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഹദീസിന്റെ കറക്റ്റ് ലഫ്ള് ഇങ്ങനെയാണ് വരിക, മർഅ മിൻകും മുൻകറൻ, നിങ്ങളൊരു തെറ്റ് കാണുകയാണെങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ ആ തെറ്റിനെ മാറ്റാൻ ശ്രമിക്കുക. ബിയദിഹി നിങ്ങളെ കൈ കൊണ്ട് അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട്. ഫൈലം യസ്തത്യ ഫബിലിസാനി, നിങ്ങൾക്ക് അത് കഴിയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ അതിനെ തടയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. ഫൈലം യസ്തത്യ ഫബി ഖൽബിഹി, നിങ്ങൾക്ക് അതിനും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുക. ഒദാലിക്ക അദ്അഫുൽ ഈമാൻ, ആ മനസ്സുകൊണ്ട് വെറുക്കലാണ് ഏറ്റവും ചെറിയ രൂപം, അതാണ് ഈമാന്റെ ഏറ്റവും താഴ്ന്ന രൂപം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അഥവാ കൈകൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിന്മയെ തടയുക എന്ന് പറയുന്നത്. എത്ര ദിവ്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾക്കൊരു കാര്യം കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും തടയുക, ഏറ്റവും അവസാനം മനസ്സുകൊണ്ടെങ്കിലും തടയുക എന്നുള്ളത്. സമൂഹത്തിൽ ഒരുപാട് തിന്മകൾക്കെതിരെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ നിലകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു ഹദീസിനെ എടുത്തിട്ട് ഫസ്റ്റ് കാണിച്ച തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിലക്കും പറ്റാത്ത ഒരു വാൾ അതിന്റെ മുന്നിൽ കയറ്റിയിട്ടു. ഇതാണ് ദിസ് ഇസ് ഹൗ ഹി റെപ്രസെന്റിങ് ഇസ്ലാം. അതായത് എങ്ങനെയാണ് ഒരു മൂപ്പർക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ മൂപ്പർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കുന്നത്. ഒന്നുകിൽ എന്റെ ടോൺ മാറ്റും, ഒന്ന് ടോൺ മാറ്റും, അല്ലെങ്കിൽ ഒരു നോൺ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും, അത് മൂപ്പർക്ക് വേണ്ട ഒരു സാധനം അതിലേക്ക് ആഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതിനെ പക്ക നോണം. അഥവാ 3 കാര്യങ്ങൾ പറഞ്ഞ ഹദീസിൽ 4ാമത്തെ ഒരു കാര്യം ആഡ് ചെയ്യാണ്. ആ 4ാമത്തെ കാര്യം മൂപ്പർ ആഡ് ചെയ്ത കാര്യത്തെ ഇസ്ലാമിന്റെ ഏറ്റവും അപകടകരമായ മുഖത്ത് കൊല്ലാൻ പോവാണെന്ന് പറയാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കള്ളത്തരം പറയാണ്. പിന്നെ ഒരു വാള് കൊണ്ട് എന്നുള്ള സാധനം നേരെ അതിന്റെ മുമ്പിൽ ആഡ് ചെയ്തിട്ട് എന്നിട്ട് മൂപ്പർ അത് വെച്ചിട്ട് നമ്മൾ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള നിലക്കുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് അവസ്ഥ.